ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്, പുതുവർഷ ആശംസകൾ. 2026 കയറുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിലും വ്യക്തിപരമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും അവൻ്റെ കരുണയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരുവാനുമായിട്ട് ദൈവം ഈ വർഷം അനുഗ്രഹിക്കട്ടെ. ആവർത്തന പുസ്തകം 9:3, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് മുൻപേ പോയാൽ ഒരൊറ്റ ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഈ വർഷം അധികമായ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗഭണ്ഡാരം തുറന്ന് അനുഗ്രഹിക്കാൻ കടന്നു വരുന്നു. കർത്താവിനെ മാനിക്കുന്നവരെ ദൈവം മാനിപ്പിക്കുന്ന വർഷമാണ്. എ ക്രൗൺ ഓഫ് ഓണർ, അതായത് ദൈവത്തിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും കൃപയുടെയും സ്നേഹത്തിൻ്റെയും കിരീടങ്ങൾ ഈ വർഷം അനേക മക്കൾക്ക് തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് ഒരാളെ ഉയർത്തിയാൽ അത് ഉയർത്തിയത് തന്നെയാണ്. കർത്താവിന് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം, കർത്താവ് 2026 എന്നെ ശ്രദ്ധിക്കുന്നവരോട് ആത്മാവിൽ സംസാരിക്കുന്നത്, 2025 ദൈവം ചെയ്തു തന്ന നന്മകൾക്കും 2026 ദൈവം ചെയ്യാൻ പോകുന്ന നന്മകൾക്കും ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോടെ തിരുവത്താഴം കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് ഹോളി കമ്മ്യൂണിയൻ. നമ്മുടെ സഭകളിൽ പറയുന്നു, മറ്റുള്ളവർക്ക് കർത്തൃമേശ എന്ന് പറയുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, കമ്മ്യൂണിയൻ ഈസ് കമ്മ്യൂണിക്കേഷനാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക, ഒരു ഉടമ്പടി എടുക്കുകയാണ്. നമ്മൾ വർഷങ്ങളിൽ ആദ്യമേ എല്ലാവരും ഒരു പുതിയ ഉടമ്പടി എടുക്കും. എല്ലാവരും പേപ്പർ എടുത്ത് ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ എഴുതി വെക്കുകയും ചെയ്യും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ഇറ്റ് കാനോട്ട് ബി ഫുൾഫിൽഡ്. യേശുവിനോട് ചേർന്ന് നിന്ന് ഉടമ്പടികൾ എടുക്കുക. ദൈവത്തോട് ചേർന്ന് നിന്ന് കർത്താവിൽ ബലം പ്രാപിച്ച് 2026 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായിട്ട് നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവം തരുന്നു. അത് വാങ്ങിച്ചെടുക്കുക. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്. ആവർത്തന പുസ്തകം 11:12, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ദൈവം പരിപാലിക്കുന്ന ഒരു ദേശം നമുക്ക് തരും, ഒരു ഭവനം നമുക്ക് തരും, മക്കളെ തിരിച്ചു കൊണ്ടുവരും. അതൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവൻ്റെ മാറോടി ചേർത്ത് അവൻ ഒളിച്ചു വെച്ചിരിക്കുന്നിടത്തുനിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ അവൻ വിശ്വസ്തനാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മുകളിൽ പൊക്കിക്കൊണ്ട് വരുന്നത് പോലെ മരുഭൂയാത്രയിൽ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഈ വർഷം പ്രവർത്തിക്കുന്നതായിരിക്കും. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേലിരിക്കും. ദൃഷ്ടി നമ്മുടെ മേലാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടി എവിടെ ഒളിച്ചിരുന്നാലും കാണുന്ന ഒരു ദൈവം. 2026 രഹസ്യങ്ങളായിട്ട് കിടക്കുന്ന പല അനുഗ്രഹങ്ങളും ഇതുവരെ പുറത്തു വരാത്തത് കടന്നു വന്ന് വെളിച്ചമായിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ കടന്നു വരും. നോട്ട് ഓൺലി ദാറ്റ്, അത് തന്നെയല്ല, നമ്മുടെ മടിയിൽ അവൻ കൊണ്ട് അനുഗ്രഹങ്ങളെ തരും. കർത്താവിൻ്റെ ആത്മാവിൽ സന്തോഷിക്കുവാൻ നിങ്ങളെ പഠിക്കുവീൻ. കർത്താവ് വീണ്ടും ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളതാണ് ചെയ്യുന്നത്. നമ്മളിൽ ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാത്തത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജന്മം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകണം. ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. മാറി നിൽക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ മഹാശക്തി അറിഞ്ഞിട്ട്, അതായത് ഒരു മാഗ്നറ്റ് പോലെ അവരെ ആകർഷിച്ചു കൊണ്ടുവരുന്ന വർഷമായിട്ട് 2026 ദൈവം പ്രഖ്യാപിക്കുന്നു.
കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ കൂടെ നിൽക്കുകയാണ്. യാക്കോബിൻ്റെ പ്രവാസികളെ അവൻ തിരിച്ചു കൊണ്ടുവരുന്ന വർഷമാണ്. ആത്മാവുള്ളവർക്ക് ഇത് വാങ്ങിച്ചെടുക്കാം. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. 2025 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹ വർഷം തന്നെയായിരുന്നു, കൃപയുടെ വർഷമാണ്. 2026 കയറുമ്പോൾ യു നീഡ് പ്രിപ്പറേഷൻ ആൻഡ് ഹോളിനെസ് ബിഫോർ യു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ദ ലോർഡ്. ദൈവത്തോട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ വേണം. കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്തൃമേശ എടുക്കുക അല്ലെങ്കിൽ തിരുവത്താഴം കഴിക്കുക എന്ന് പറയുമ്പം ചുമ്മാതെ വന്ന് എടുക്കാനല്ല, നമുക്കൊരു അനുതാപത്തിൻ്റെ പാപബോധമുണ്ടാകണം, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം. അതായത് വളരെ നിർബന്ധമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആരെന്ന് നമ്മൾ അറിയണം. ദൈവം ആരെന്ന് അറിയാമോ? കർത്താവ് ആരെന്നറിയണം, അവൻ നമ്മൾ ആരെന്നറിയണം. ഇത് രണ്ടും കറക്റ്റ് ചെയ്താൽ ബാക്കിയെല്ലാം ശരിയാവും. ദൈവം ആരെന്നറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ദൈവത്തിൻ്റെ ബോധം, അതായത് സകല സൃഷ്ടിയുടെ ഉടമസ്ഥനായ ദൈവം, സർവ്വസൃഷ്ടാവാകുന്ന ദൈവം, സ്വർഗവും ഭൂമിയും ആകാശവും ആകാശമണ്ഡലവും തൻ്റെ വാഗൊണ്ട് പറഞ്ഞ് സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതൊന്ന് മനുഷ്യനെ മാത്രമാണ്. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് നമ്മൾ. അവൻ്റെ അടുക്കലിരിക്കുമ്പോൾ അവൻ്റെ തേജസ്സാണ് നമ്മുടെ മേലോട്ട് വ്യാപരിക്കുന്നത്. ഒരുക്കത്തോടെ വരിക. ഒരുക്കത്തോടെ എന്ന് പറയുമ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. സീക്ക് ye first the kingdom of God and all these things shall be added unto you. അതായത് ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കുവാൻ വേണ്ടി ബന്ധപ്പെടണം. അതിനൊരു തീഷ്ണത ഉള്ളിൽ നിന്ന് വരണം, പുറമേ ഉള്ളതല്ല. ഈ ദൈവത്തെ കൂടാതെ എനിക്ക് ഇരിക്കാനൊക്കത്തില്ല. ഐ നീഡ് ടു ഡു സംതിങ് ടു ബി നിയർ ഗോഡ്. അതായത് യേശുവിൻ്റെ അടുക്കലിരുന്നിട്ട് യേശുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞാൻ ഈ വർഷം ആഗ്രഹിക്കുന്നു. നമ്മൾ പണം ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മക്കളുടെ കാര്യത്തിന് നന്മ ആഗ്രഹിക്കുന്നു, കുടുംബജീവിതത്തിന് ആഗ്രഹിക്കുന്നു, മാറി നിൽക്കുന്ന മക്കൾ ഒന്നിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളിലെ ആരോഗ്യവും ബലവും മക്കൾക്ക് സമാധാനം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് നാച്ചുറൽ ഇൻ ക്രൈസ്റ്റ്. പക്ഷേ ഇവയെല്ലാം ലഭിക്കുന്നതിലും ഒരു പ്രതിഫലം ദൈവം നമുക്ക് തരണം. നമ്മൾ ദൈവനാമത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എങ്കിൽ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ആ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ദൈവത്തോട് ഒരു ഉടമ്പടി എടുക്കുകയാണ്. ഞാൻ നിന്നോടടുക്ക വന്നിട്ട് കർത്താവേ, നിൻ്റെ ആത്മാവുമായിട്ട് എന്നെ ചേരും. നിൻ്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് എന്നെ സൃഷ്ടിച്ചത്. അത് ഞാൻ പാപം ചെയ്തപ്പം മാഞ്ഞുപോയി, അല്ലെങ്കിൽ ഇല്ലാതെ പോയി, മരിച്ചുപോയി. എങ്കിലും ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ പുതു സൃഷ്ടിയായി. ദ ഗ്ലോറി ഓഫ് ദ ലിവിങ് ഗോഡ് ഈസ് ഫോളിങ് അപ്പോൺ യു റൈറ്റ് നൗ ആൻഡ് അപ്പോൺ മീ ഓൾസോ. അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ മഹത്വം അവരുടെ മുഖത്തും ജീവിതത്തിൽ ഇട്ടുകൊടുക്കും. ദീസ് ആർ തിങ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ തീഷ്ണമായ ആഗ്രഹം അവൻ ഇട്ട് തരുമ്പോൾ നമ്മൾ ചോദിക്കണം. യു ഹാവ് ടു ആസ്ക്, ചോദിക്കണം. അല്ലാതെ ഒരു കാര്യവും ദൈവത്തിന് അനുഗ്രഹമായിട്ട് തരാനൊക്കത്തില്ല. നമ്മൾ ദൈവവുമായിട്ട് ആത്മാവിൽ പരദീസയിൽ ജീവിക്കുന്ന അനുഭവം ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഒരിടത്ത് സങ്കടത്തോടെ പറയുന്നുണ്ട്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഇത് കർത്താവിൻ്റെ കരച്ചിലാണ്. ദൈവം കരയുകയാണ്. വേറൊരു ഭാഗത്ത് തന്നെ വല്ലാതെ തൊട്ട ഈ ഒരു വാക്യം, കർത്താവ് യെരൂശലേമിനെ നോക്കി വെച്ച്, ക്രൂശ് മരണത്തിന് മുൻപായിട്ട് യേശുക്രിസ്തു യെരൂശലേമിനെ നോക്കിയേച്ച് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ എനിക്ക് യെരൂശലേമേ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നീയോ മറുത്ത് നിൽക്കുന്നു. അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു കോഴി അല്ലെ ഒരു യേശുക്രിസ്തു അവൻ്റെ നെഞ്ചിനകത്തോട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും സൂക്ഷിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വാതുറന്ന് പ്രാർത്ഥിക്കണേ. 2026 പ്രധാനമായിട്ട് ആത്മാവ് പറയുന്നത് വി ലിവ് ഇൻ എ വോയിസ് ആക്ടിവേറ്റഡ് പ്ലാനറ്റ്. അതായത് നമ്മൾ പറയുന്നത് മാത്രമേ സംഭവിക്കൂ. ചെറിയ ഹൃദയങ്ങളിൽ ഒത്തിരി ചിന്തകൾ കാണും. അതുകൊണ്ട് എന്തുകൊണ്ട് ആരറിയുന്നു? ദൈവം പോലും സംസാരിച്ചപ്പോഴാണ് സംഭവങ്ങൾ നടന്നത്. അങ്ങനെയെങ്കിൽ വോയിസ് ആക്ടിവേറ്റഡ്, അത് നമ്മൾ പറയണം.
എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം വന്നിരിക്കുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിലുകൾ ചാടിക്കയറും. എൻ്റെ ദൈവത്താൽ ഈ ശത്രുവിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. എൻ്റെ ദൈവം, എന്നിലുള്ള ദൈവം ഈ ലോകത്തിലുള്ള ശക്തിയെക്കാട്ടി വലുതാണ്. കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം മാറിപ്പോകണം. ഈ വർഷം ഇതുവരെയുള്ള പോലെയല്ല, ഒരിക്കലും കാണാത്തതായ അനുഗ്രഹങ്ങൾ നീതിമാന്റെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വലിയ നദി ഒഴുകട്ടെ. ദൈവം ആഗ്രഹിക്കുകയാണ്, പ്രാപിച്ചെടുക്കണം. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ് ഒരു വാക്യം. ദൈവത്തിൻ്റെ ആത്മാവ്, അവൻ മുന്നറിഞ്ഞവരെ ആരെയാണ്? വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ, അതായത് യേശു ക്രിസ്തു, അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്താണ്? അതായത് യേശു ക്രിസ്തു നമ്മുടെ നമ്മുടെ മൂത്ത സഹോദരനാകാൻ വേണ്ടി നമ്മൾ അവൻ്റെ സ്വരൂപത്തോട് ചേർന്ന് നിന്ന് അവനും നമ്മളുമായിട്ട് സഹോദര ബന്ധം, അതായത് പിതാവിൻ്റെ മക്കളായിട്ട് മാറുന്നതാണ് ഈ 2026 ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി നമ്മൾ തീരുമാനം എടുക്കണം, ഉടമ്പടി എടുക്കണം. ദൈവത്തോട്, കർത്താവേ, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മക്കൾക്ക് വേണ്ടി ഉപവസിക്കും, എൻ്റെ വിഷയത്തിന് വേണ്ടി ഞാൻ ഉപവാസത്തോടെ കടന്നു വരും. അതാണ് ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുക്കുന്ന ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ഇത്ര കാര്യങ്ങൾ ദൈവവും ഞാനും കൂടെ, നമ്മൾ തന്നെയല്ല, ദൈവവും ഞാനും കൂടെ ചെയ്യുമെന്ന് എഴുതി വെക്ക്. തീർത്തും ഈ വർഷം അത് അവശ്യം ചെയ്തു തരും. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിക്കും ഇരിക്കുന്ന ഒരു വർഷം. നേരത്തെ വിളി കേട്ടിട്ടുള്ളവരെ, വിളി കേൾക്കാത്തവർ വിളിച്ച് കടന്നു വരട്ടെ. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയായി മാറുക. ഇൻ ഹിം വി ലിവ്, മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്. അവനിലാണ് ഞാൻ ജീവിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും. ആണോ? 2026 എന്നൊരു വർഷം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്നവർ പറയുക. വാ തുറന്ന് പറയണേ. ഒരാളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ആരെന്ന് മനസ്സിലാക്കുക. അതായത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൊന്നു മകനാണ്, പൊന്നു മകളാണ്. എന്നെ കൂടാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്നോട് പറയാതെ എൻ്റെ ഭവനത്തിലൊന്നും നടക്കത്തില്ല. എന്ത് ആപത്തുണ്ടെങ്കിലും പടകിൽ യേശു ഉണ്ട്. പറയാനറിയാമോ? അതാണ് 2026 സകലവിധ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കാൻ. ഇനിയുള്ള കുറേ ദിവസത്തേത് 2026 ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യുന്നതിൻ്റെ ചില പോയിൻറ്റ്സുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നവർ നോട്ട് എഴുതി എടുക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പാസ് ഇറ്റ് ഓൺ ടു അതേഴ്സ് ഓൾസോ. നമ്മൾ കേൾക്കുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പാസ് ചെയ്യുക മെസ്സേജ്. കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. 2026 വളരെ ഭയത്തോടുകൂടി എന്താകും ഈ വർഷമെന്ന് ഭയപ്പെടുന്നിരുന്നവരോട് യേശു പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്. കർത്താവേ, നീ അങ്ങനെ തന്നെയാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഞങ്ങൾക്ക് മുൻപിൽ നീ പോകാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കും. ഇഗ്നേഷ്യസ് ഫയർ ലോർഡ്, നിൻ്റെ തീ ഇറങ്ങുമ്പോൾ ശത്രു ഇല്ലാതെയാകും. ഞങ്ങളുടെ മേലെ നിൻ്റെ വെളിച്ചം വീഴുമ്പോൾ, തീ വരുമ്പോൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. രണ്ടും ആവശ്യമുണ്ട് കർത്താവേ. ശത്രു ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. നീയാണ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എങ്കിൽ വിജയം നിശ്ചയമല്ലേ അപ്പച്ച. ജയത്തിൻ്റെ കൊടി ഇവിടെ ഉയർത്തുകയാണ് അപ്പച്ച. അതിൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ നിൻ്റെ അതിമനോഹരമായ മുഖത്തേക്ക് നോക്കുമ്പോൾ, നിൻ്റെ തേജസ് ഞങ്ങളുടെ മേലൊക്കെ വീഴുമ്പോൾ, കർത്താവേ, ഞങ്ങളെ നീ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്ന് മനസ്സിലാക്കി നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങും. നിൻ്റേതല്ലാത്ത ഒന്നും നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരരുത്. ദൈവം തീരുമാനിച്ചല്ലാത്ത ഒരു കാര്യവും നമ്മളെ അട്രാക്റ്റ് ചെയ്യരുത്. കർത്താവേ, ഞങ്ങളെ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപത്തിൽ നിന്ന് അകറ്റി നിർത്തണം. ആ വഴി അടയ്ക്കണം കർത്താവേ. വെളിപ്പാടിൻ്റെ 3:20 പറയുന്നു, ബിഹോൾഡ് ഐ സ്റ്റാൻഡ്. അത് ഞാൻ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ സ്വീകരിക്കുക തന്നെയല്ല, നിന്നെ ഞങ്ങളുടെ കൂടെ ജീവിപ്പാൻ കൂടെ അനുവദിക്കണമേ. കർത്താവേ, നിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. നിൻ്റെ സ്നേഹം ഇവിടെ ഒഴുകുന്നതിന് നന്ദി. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിന് എൻ്റെ സാന്നിധ്യം കൊണ്ട്, ടാഞ്ചിബിൾ പ്രസൻസ് സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ 2026 അധികമായ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാണെന്ന് യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രണം ചെയ്ത് പ്രാർത്ഥിച്ച് ഏറ്റുപറയുന്നു. അങ്ങനെ തന്നെ
അധികമായ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചിരിക്കുന്നതിന് സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.